പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് തിരുവനന്തപുരത്തേക്ക് പോകാം. തിരുവനന്തപുരത്ത് നെടുമങ്ങാട് എഞ്ചിനീയറിംഗ് കോളേജിനുള്ളിൽ കണ്ടെത്തിയ മൃതദേഹം ആരുടേതെന്ന് തിരിച്ചറിയാൻ DNA ടെസ്റ്റ് നടത്തും. സാമ്പിളുകൾ ഇന്ന് പരിശോധനയ്ക്ക് അയക്കും. പരിശോധനാ ഫലം ലഭിച്ച ശേഷമാകും തുടർ നടപടികൾ സ്വീകരിക്കുക. മരിച്ചത് കോളേജ് ഉടമ മുഹമ്മദ് അസീസ് താഹയാണെന്നാണ് പ്രാഥമിക നിഗമനം. ഇയാളുടെ മൊബൈലും കണ്ണടയും ചെരുപ്പും സംഭവ സ്ഥലത്ത് നിന്നും പോലീസിന് ലഭിച്ചിരുന്നു. ആഷൻ ഡിയാഗോ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആഷൻ ഡിയാഗോ, വെരി ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ ഈ വാർത്താ പ്രഭാതത്തിൽ പറയാൻ പോകുന്നതൊരു ദുർമരണത്തിന്റെ വാർത്തയാണ് എങ്കിൽ പോലും ഒരു പുതുവത്സരാശംസ നേരുന്നു. നമുക്ക് ആ വാർത്തയിലേക്ക് എത്താം. ആഷൻ. ഡോക്ടർ അരുൺ, ഇന്നലെയാണ് ഈ PA അസീസ് കോളേജിനുള്ളിൽ നിന്ന് എഞ്ചിനീയറിംഗ് കോളേജിനുള്ളിൽ നിന്ന് ഒരു കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ഈ കോളേജിനുള്ളിലെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു മൃതദേഹം കണ്ടെത്തിയതും ഈ മൃതദേഹം പൂർണ്ണ രീതിയിൽ കത്തിക്കരിഞ്ഞ അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആരാണ് മരിച്ചത് എന്ന് സ്ഥിരീകരിക്കാനായിരുന്നില്ല. ഇത് കണ്ടെത്തുന്നതിനായി പോലീസ് DNA ടെസ്റ്റ് നടത്തും. ഇന്ന് ഈ DNA സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ മൃതശരീരത്തിൻ്റെ വലത് കൈ മാത്രമാണ് അവശേഷിച്ചിരുന്നത്. ഇതിൽ നിന്നുള്ള സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി അയക്കുക എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ ഇന്നലെ ഈ ഭാഗത്തു നിന്നും ഈ മൃതദേഹം കണ്ടെത്തിയ ഭാഗത്തു നിന്നും ഒരു മൊബൈൽ ഫോൺ കണ്ടെത്തിയിരുന്നു. അത് ഈ കോളേജ് ഉടമ മുഹമ്മദ് താഹയുടേതാണ് എന്നുള്ളതാണ് നിഗമനം. ഈ ഫോണിൽ നിന്നും രാവിലെയോടുകൂടി ഒരു കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കുറിപ്പിൽ പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, ആത്മഹത്യയില്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നുള്ളതാണ് ഈ കുറിപ്പിൽ പറയുന്നത്. പക്ഷേ ഈ കുറിപ്പിന് ദിവസങ്ങളുടെ പഴക്കമുണ്ട്. ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പുള്ള കുറിപ്പാണ് ഇതെന്നാണ് പോലീസ് പറയുന്നത്. ഒരു ലെറ്റർ പാഡിൽ എഴുതി ഫോട്ടോ എടുത്ത നിലയിലാണ് ഈ കുറിപ്പുള്ളത്. ഈ ഫോട്ടോയിലെ ഡേറ്റ് പ്രകാരമാണ് ഇതിൻ്റെ പഴക്കം പോലീസ് നിശ്ചയിച്ചിരിക്കുന്നതും. ഇത് ആത്മഹത്യക്കുറിപ്പായി കണക്കാക്കാൻ ഇപ്പോൾ നിലവിൽ കഴിയില്ല. കാരണം ഈ ഒരു പരാമർശമുണ്ട്, ആത്മഹത്യയല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ളൊരു പരാമർശം മാത്രമാണ് ഇതിലുള്ളത്. എന്തായാലും ഈ ഫോണ് വിശദമായി തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ മൃതദേഹത്തിന് സമീപത്തായി ഫോണ് ചാരിവെച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഈ ആത്മഹത്യ ചിത്രീകരിക്കാൻ കഴിയുന്ന തരത്തിൽ ആണ് ഈ ഫോൺ ചാരി വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും തരത്തിൽ ചിത്രീകരണം നടന്നിട്ടുണ്ടോ എന്ന് പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഇന്ന് കൂടുതൽ സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തും. മുഹമ്മദ് അസീസ് താഹയാണ് എന്നാണ് പ്രാഥമികമായി പോലീസിന്റെ നിഗമനം. DNA പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അത് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ.